മരിക്കുന്നില്ല. ഇല്ല ഇല്ല മരിക്കുന്നില്ല. ആര് പറഞ്ഞു മരിച്ചെന്ന്? ആര് പറഞ്ഞു മരിച്ചെന്ന്? ആര് പറഞ്ഞു മരിച്ചെന്ന്? ആര് പറഞ്ഞു മരിച്ചെന്ന്? ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ആരായിരുന്നു വി എസ്? വി എസ് ഒരു വ്യക്തിയല്ല, നിലപാടുകളുടെ ഒരു ആൾരൂപമായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം വി എസിന് മുമ്പും ശേഷവും എന്ന് വേർതിരിക്കാം. ഒട്ടും അതിശയോക്തി ഇതിനില്ല. തിരസ്കാരവും വിമർശനങ്ങളും നേരിടുമ്പോഴും വി എസ് കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നേതാവായി നിറഞ്ഞു നിന്നു. ഒരുപക്ഷെ സൊഫിസ്റ്റിക്കേറ്റഡായ ശൈലിയോ ഭാഷയോ ഒന്നും വി എസിനുണ്ടായിരുന്നില്ല. എന്നിട്ടും വി എസ് എന്ന രണ്ടക്ഷരം തലയുയർത്തി നിൽക്കുന്നു. ദീർഘനാളുകളായി വി എസ് പൊതുരംഗത്തില്ല. സി പി എമ്മിലും കേരള രാഷ്ട്രീയത്തിലും സമസ്ത മേഖലകളിലും ഉണ്ടാകുന്ന വിഷയങ്ങളിൽ വി എസിൻ്റെ നിലപാടെന്താകുമെന്ന് ചർച്ച ചെയ്തു. ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. തികച്ചും ഓർഗാനിക്കായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു വി എസ്. വി എസിൻ്റെ വിയോഗം വലിയ പാഠങ്ങളാണ് നൽകിയത്. യുവത്വം വി എസിനെ കാണാൻ ഒഴുകിയെത്തി. അരാഷ്ട്രീയ യുവത്വം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാറുണ്ട് പുതുതലമുറയിലെ യുവാക്കളെ. ആ യുവത്വം വി എസിനെ കാണാനായി ഒഴുകിയെത്തി. മണിക്കൂറുകൾ കാത്തുനിന്നു. ഇടർന്ന വാക്കുകളിൽ നിറഞ്ഞ മിഴികളോടെ വി എസിനെ വരച്ചിട്ടു. വലിയ രാഷ്ട്രീയ പാഠമാണ് വി എസ് അവശേഷിപ്പിച്ചിട്ട് പോയത്. വി എസിൻ്റെ വിയോഗത്തിൽ ചർച്ചയായത് മുൻ സി പി എം നേതാവും എഴുത്തുകാരനുമായ പിരപ്പൻകോട് മുരളിയുടെ പരാമർശങ്ങളാണ്. ഒരിക്കലും സി പി എം തോൽക്കാൻ സാധ്യതയില്ലാത്ത മാരാരിക്കുളത്തെ വി എസിൻ്റെ തോൽവിയിൽ പിരപ്പൻകോട് മുരളി വെളിപ്പെടുത്തലുകൾ നടത്തി. വി എസിന് സി പി എമ്മിൻ്റെ യുവനേതാവ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. വിലക്കാതെ, തിരുത്താതെ അത് കേട്ടിരുന്ന തലമുതിർന്ന നേതാക്കളെക്കുറിച്ച് പരാമർശിച്ചു. തോന്നിവാസം എന്ന് പറഞ്ഞാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പിരപ്പൻകോടിൻ്റെ പരാമർശങ്ങളെ വിമർശിച്ചത്. അതിന് പിരപ്പൻകോടിൻ്റെ മറുപടി വന്നു. പിന്നാലെ മറ്റൊരു വി എസ് പക്ഷക്കാരൻ്റെ പരാമർശങ്ങളും വലിയ ചർച്ചയാകുന്നു. ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വി എസ് ഇറങ്ങിപ്പോയത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രയോഗത്തെ തുടർന്നാണെന്ന പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് മുൻ MLA കൂടിയായ സുരേഷ് കുറുപ്പ് പറയുന്നു. വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്ന പരാമർശം സമ്മേളനത്തിൽ നടത്തിയത് ഒരു പെൺകുട്ടിയാണെന്നാണ് സുരേഷ് കുറുപ്പ് പ്രമുഖ മാധ്യമത്തിൽ എഴുതിയ വി എസ് അനുസ്മരണത്തിൽ പറയുന്നത്. അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദി വിട്ട് പുറത്തിറങ്ങി. ഏകനായി, ദുഃഖിതനായി, പക്ഷെ തലകുനിക്കാതെ, ഒന്നും മിണ്ടാതെ, ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയി. സുരേഷ് കുറുപ്പ് എഴുതുന്നു, രാഷ്ട്രീയം ഒരു തൊഴിലാകുന്ന കാലത്ത് വി എസിനെ പോലുള്ള നേതാക്കളെ മനസ്സിലാക്കാൻ പുതുതലമുറ നേതാക്കളിൽ ഭൂരിപക്ഷത്തിനും കഴിഞ്ഞെന്നു വരില്ല. പക്ഷേ അതൊരു ന്യൂനപക്ഷ രാഷ്ട്രീയ ഭിഷാന്തേഹികൾ മാത്രമാണ്. അതിന് തെളിവാണ് വി എസിൻ്റെ ചേതനയേറ്റ ശരീരം കാണാൻ എത്തിയ യുവത്വം.